ടീച്ചർ. മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് കേൾക്കണ്ട. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതിന്റെ അത് മറ്റേത് അവിടെ ഇരിപ്പിടാ. ടീച്ചറെ ചുമ്മാ മുടി പിടിച്ച് വലിക്കുന്നത്. ഇത് ക്ലാസ് ആണോ ചന്തയാണോ? ഇത് ക്ലാസ്സാണ് ടീച്ചർ. ഇനിയിപ്പോ ചന്തയാവുന്നത്. ടീച്ചർ ഇവ ടീച്ചർ ക്ലാസ് ഫുഡ് കഴിക്കുമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടിരുന്നാ മതി. പറഞ്ഞു കേട്ടോ, മുടിയെ പെട്ടെന്ന് ക്ലാസ്സിൽ വന്നോളൂ. എന്റെ അമ്മോ, ഇതിനൊക്കെ കൊണ്ട് ഞാൻ തോറ്റ്. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് പഠിപ്പിക്കാൻ ടീച്ചർ ഇത് എക്സാം പേപ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഉള്ളതാണ് ഇന്ന് എക്സാം പേപ്പർ തരാൻ പോകുന്നത്. ഞാൻ ഇന്ന് നിന്റെ പേപ്പർ തരാം. നിന്റെ ലാസ്റ്റ് ആദ്യം തരാം. ആദ്യം തരാമോ? ആദ്യം നിന്റെ പേപ്പർ തരാം. അപ്പൊ വേണ്ട, അവസാനം തന്നാൽ. അത് ചെറിയ നീ വാങ്ങിച്ചിട്ട് പോ. അല്ല ടീച്ചർ, ഇപ്പൊ ചെറുതായിട്ട് മാറ്റും. അതാ പോയി രാവിലെ ഓരോ ടൗണിൽ വന്നോളൂ. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 50-5. ഇതെന്തുവാണ്? ഒരു പേപ്പറും അതിലൊരു ടാഗും. അതുകൊണ്ട് ആഗ്രഹം മൂത്തന്നെ വെച്ച് ഞാൻ അവരോട് ഹാർട്ട് കളിക്കാനാ ക്വസ്റ്റ്യൻ വന്നത്. ലവിൽ അമ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ കേട്ടോ, വായിക്കണം. വായിക്കേ ഞാൻ വായിക്കാം. ഹൃദയവും ഹൃദയത്തിന്റെ ഡെഫിനിഷൻ ടീച്ചർ ടീച്ചർ ഈ ആദ്യമാണെങ്കിലേ എന്നും ഇതുപോലെ ഹാർട്ടിൽ അമ്മ വരച്ച് രഹനയ്ക്ക് കൊടുക്കാറുണ്ട്. അവിടെ ടീച്ചർ അവൻ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴേ എനിക്ക് ഇതേനൊക്കെ ഒന്ന് വരച്ചു തന്നിട്ടാ പോണെ. ഇപ്പൊ എന്റെ വീട്ടിൽ ഇത്രയും ഉണ്ട്. ഒത്തിരി അമ്പിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ 8 എത്രാമത്തെ വട്ടം? 2 വട്ടമായി നീ 8 ഇരിക്കുന്നു. രണ്ടും കൂടെ അമ്പിട്ട് 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 അവിടെ ഇരുന്നോ. ഇനി വർഷം കൊണ്ടിട്ട് അവിടെ ഇരുന്നോ. അടുത്തത് മുന്നി നീ സൂപ്പർ. 50-ൽ 3. കടൽപ്പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ ആൻസർ നീ വായി. നക്കി നോക്കിയാൽ മതി. ഉപ്പിട്ടെങ്കിൽ അത് കടൽ പാമ്പ്. നക്കി നോക്കിയാ മതി. ഉപ്പുണ്ടെങ്കിൽ കടൽപ്പാമ്പ്. പോയിരിപ്പോ നിന്നെ എടുത്തോളാം. 50-47. നല്ല കുട്ടി. എന്റെ കൊല്ലുമോളെ ദഹന പ്രക്രിയ തെറ്റിപ്പോയി കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ടീച്ചർ ഫുൾ മാർക്ക് തരാം. കുഴപ്പമില്ല പൊണ്ണെ. ടീച്ചർ അടുത്ത പ്രാവശ്യം ദഹന പ്രക്രിയ തെറ്റിയിട്ടാവും. എനിക്കറിയാം ദഹന പ്രക്രിയ. അതെങ്കിലും അറിയാലോ. ഞാൻ രാത്രി ഉറക്കെഴുതിട്ട് പഠിച്ചതാ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ദഹന പ്രക്രിയ. വലത്തെ കൈയിൽ തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന പ്രക്രിയ ദഹന പ്രക്രിയ. എനിക്ക് ടീച്ചർ ഞാൻ നമുക്ക് പേപ്പർ വേണ്ടേ? നല്ലതാ. വാലൊക്കെ ഇട്ട് വരച്ച് സെറ്റ്. സമയം കിട്ടുന്നുണ്ടാ? 7:00 തുടങ്ങും, 9:00 തീരും. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതി? നല്ല എളുപ്പമായിരുന്നു ടീച്ചർ. ആണല്ലോ. ഞാൻ ഫുൾ എഴുതി. കുറെ പേപ്പർ ഉണ്ട്. 10-20 പേപ്പർ ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് നേരെ പിടി. ഹാൻഡിൽ വിത്ത് കെയർ. അതൊക്കെ പൊട്ട മുട്ട. ഞാൻ ചോദിക്കട്ടെ, 5ാമത്തെ ക്വസ്റ്റ്യനെ എനിക്കറിയാൻ വയ്യ, ആൻസർ എനിക്കറിയാൻ വയ്യ. നീ തന്നെ വായിച്ച് നീ തന്നെ ഉത്തരം പറയാ. വായി. മണിപ്രവാളം എന്നാൽ എന്ത്? മണിപ്രവാളം എന്നാൽ എന്ത്? ഉത്തരമായി. പരീക്ഷ ഹാളിൽ കയറാൻ നേരം മണി അടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന അതുകൊണ്ട് ഞാൻ നിന്റെ എന്നിട്ടാണ് ഇതിലുള്ള ഹിസ്റ്ററി മൊത്തം നീ എഴുതിയത്. മുഴുവൻ ഹിസ്റ്ററി എവിടെ വന്നത്? ടീച്ചർ ഇത് പറ്റിയതേ അന്ന് എക്സാമില്ലെന്ന് 2 എക്സാം ഉണ്ടായിരുന്നു. ബയോളജി, ഹിസ്റ്ററി. ഞാൻ 2 പോക്കറ്റിലായിട്ട് ബിറ്റ് വെച്ചായിരുന്നു. അപ്പൊ എടുത്തെഴുതിയപ്പോ ബയോളജിയിലെ ഹിസ്റ്ററിയിലും ആയിപ്പോയി, ഹിസ്റ്ററിയിലെ ബയോളജിയിലും ആയിപ്പോയി. ടീച്ചർ അതുകൊണ്ട് എന്നോട് ഹെൽപ്പ് ചെയ്യണം. ഈ പേപ്പർ കൊണ്ടൊന്ന് ഹിസ്റ്ററിയിൽ
ടീച്ചറിന് ഫുള്ള് ശരിയിടും, മറ്റേ ടീച്ചറെ ഫുള്ള് ശരിയിടും. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക്. ആ കളി കൊള്ളാം. എവിടെയാണ് മാറ്റി എഴുതാൻ പോയി. ഇതിന്റെ വീട്ടിൽ പാടന്റെ റൂമില് ടീച്ചർ ഞാൻ പറഞ്ഞു ടീച്ചർ, ഒന്നുകിൽ നീ ഈ സ്കൂളിന് വെളിയിൽ അല്ലെങ്കിൽ ഞാൻ വെളിയിൽ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ വയ്യ. ടീച്ചർ ഞാൻ കാര്യം പറയാം. നടക്കൂല, ഇന്നലെ എന്റെ മാത്സ് പേപ്പർ കിട്ടിയായിരുന്നു. അപ്പൊ അതിന് കെമിസ്ട്രി ആയിരുന്നു ഇതേപോലെ എഴുതി വെച്ചിരുന്നു. അപ്പൊ എന്റെ പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോയായിരുന്നു.